ഹായ് ഗൈസ്, അപ്പം നമ്മളിന്ന് വന്നേക്കുന്നത് ഡൽഹിയിലാണ്. ഡൽഹിയിലുള്ളൊരു ഫേമസ് സ്ട്രീറ്റ് ഫുഡൊക്കെ നല്ല കിടിലം സ്ട്രീറ്റ് ഫുഡൊക്കെ കിട്ടുന്നൊരു സ്ട്രീറ്റിലേക്കാണ് വന്നേക്കുന്നത്. അവിടെ സ്ട്രീറ്റ് ഫുഡ് മാത്രമല്ല, ഇതുപോലുള്ള ജീൻസ്, അങ്ങനെയുള്ള ഷർട്ട്, അങ്ങനെയുള്ളതെല്ലാം ഭയങ്കര ലാഭത്തിൽ കിട്ടുന്ന ഒരു സ്ഥലം കൂടാണ്. ഇവിടെയൊക്കെ ഒരുപാട് നമുക്ക് കഴിക്കാനും അതൊക്കെ തന്നെ കുടിക്കാനൊക്കെ ഉള്ള സ്പെഷ്യൽ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ചെറിയ റേറ്റാണ്, 5 രൂപ 10 രൂപ ആ റേഞ്ചിലൊക്കെ നമുക്ക് കുടിക്കാനൊക്കെ പറ്റും. അതുപോലെ ഒരുപാട് സ്നാക്ക് ഐറ്റംസ്, അതൊക്കെ ഡ്രസ് ഐറ്റംസ്, ബെൽറ്റ്, ഷൂ എന്ന് വേണ്ട ഫുൾ ഒരു ഓളമാണ്. ഇതൊരു നമ്മളൊരു ജ്യൂസ് സ്റ്റോളാണ്. അവിടുത്തെ ഒരു ഡൽഹിയിലൊക്കെ ഉള്ള ലുക്കൊക്കെ ഇതൊക്കെ തന്നെ ആയിരിക്കും. എല്ലാ കടകളും ഏകദേശം ഇതുപോലെ തന്നെ ആയിരിക്കും സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്നിടത്ത്. അപ്പം പിന്നെ ഇതൊക്കെ വാങ്ങിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ വയറ്റിനത് പിടിക്കില്ല എന്നുള്ളതൊക്കെ നമുക്കൊന്നും ഗ്യാരണ്ടി ഒന്നും ഇല്ല കേട്ടോ. കാരണം എല്ലാം ചിലതൊക്കെ ഫുഡ് കളേഴ്സ് തന്നെയാണ്. ഇത്രയും തിരക്കേറിയ ഒരു സ്ട്രീറ്റിലേക്കാണ് വന്നേക്കുന്നത്. നമ്മൾ മെയിനായിട്ട് വന്നേക്കുന്നത് ഇവിടുത്തെ ഒന്ന് രണ്ട് റെസ്റ്റോറൻറ്റ്സ് നോക്കിയാണ് വന്നേക്കുന്നത്. ഇതെന്ന് വെച്ചൊരു ഒരു സ്വീറ്റ് ഐറ്റമാണ്. അതിൻ്റെ പേരും ബോർഡും ഒക്കെ ഇതൊക്കെ തന്നെയാണ്. അതായത് ഷാനി ഈ മുഗൾ, അതായത് ഇതിനകത്ത് ഒരു ഡെസേർട്ട് ഐറ്റമാണ് എന്ന് തോന്നുന്നു. വാങ്ങിച്ച് കഴിക്കണം. ഇതാണ് അത്. ഒരുപാട് വെറൈറ്റീസ് കിട്ടും. കാജു, അതായത് കാഷ്നട്ടിൻ്റെ കിട്ടും, അതുകൊണ്ട് തന്നെ ബദാമിൻ്റെ കിട്ടും. ഇതിൻ്റെ മേക്കിംഗ് സ്റ്റൈലൊക്കെയാണ് ഇതൊക്കെ. അപ്പം ഇങ്ങനെ നമ്മൾ ഓരോ സ്ട്രീറ്റ് നമ്മൾ പാസ് ചെയ്ത് വരികയാണ്. ഇതൊക്കെയാണ് അവരൊക്കെ മേക്ക് ചെയ്യുന്ന രീതിയും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ടേസ്റ്റോടെ കഴിക്കാനുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം ഈ ഹാജി മുഹമ്മദ് ഹുസൈൻ ഫ്രൈഡ് ചിക്കൻ, ഇത് ഇവിടുത്തെ ഒരു ഫേമസ് സാധനമാണ്. ഇത് ഭയങ്കര റിവ്യൂവേഴ്സൊക്കെ, ഒരുപാട് റിവ്യൂവേഴ്സ് റിവ്യൂ ചെയ്ത ഒരു പ്രത്യേക ഐറ്റമാണ്. നമ്മുടെ KFC എന്നൊക്കെ പറയുന്ന കണക്ക് തന്നെ ഒരു ബ്രാൻഡ് സാധനമാണ് ഇവിടെ ഡൽഹിയിലുള്ളത്. അതാണ് പുള്ളിക്കാരൻ ഹാജി മുഹമ്മദ് ഹുസൈൻ. പുള്ളിക്കാരനാണ് ഈ റെസിപ്പിയും ഈ ചിക്കനും ഒക്കെ സെറ്റ് ചെയ്ത് കഴിക്കുന്നത്. ഇതാണ് എണ്ണയിലിട്ട് വറുത്ത് കോരുന്നുണ്ട്. പിന്നെ ടേസ്റ്റ് മാത്രം നോക്കിയാൽ മതി. എണ്ണയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തലയിറങ്ങി വീഴും. ആ മാതിരി എണ്ണയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കഴിക്കാൻ അത്രയും ആൾക്കാരുണ്ട്. അവർക്കൊന്നും യാതൊരു പ്രശ്നമില്ലെങ്കിൽ പിന്നെ നമുക്കും ഒരു പ്രശ്നവും ഇല്ല എന്ന് വിചാരിച്ച് കഴിക്കാൻ മതി. ഇതാണിതാ ചിക്കൻ ഇടുന്നതും ആ എണ്ണയുടെ സ്റ്റൈലും ഒക്കെ ഉണ്ടോ. പിന്നെ അത് അവിടെ മസാല. അപ്പോൾ സംഭവം ഒരു പ്ലേറ്റ് വാങ്ങിച്ചു, എല്ലാവരും കൂടെ ഷെയർ ചെയ്യാൻ തുടങ്ങി. സംഭവം കൊള്ളാം. നമ്മുടെ നാട്ടിലെ ഒരു ചിക്കൻ ഫ്രൈ ആ സെറ്റപ്പ് തന്നെ, പക്ഷേ അതൊരു വേറൊരു മസാല. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ചാറ്റ് മസാല എന്നൊക്കെ പറയുന്നതിനൊക്കെ അതുപോലൊരു മസാലയുടെ ഒരു ഫ്ലേവർ ഉണ്ട്. സംഭവം ഇതായിരുന്നു. അപ്പോൾ നമ്മൾ കഴിക്കാൻ തുടങ്ങി. ഇതാണ് ചിക്കൻ പീസ്. ഒരു പ്ലേറ്റിനകത്ത് ഇത്രയും ചിക്കനും കാര്യങ്ങളും, ഒരു സലാഡും, ഒരു ലെമണൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പിഴിഞ്ഞ് കഴിച്ചാൽ അടിപൊളിയായിരിക്കും. ഇതിൻ്റെ കൂടെ 2 കുപ്പൂസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ വേണമെങ്കിൽ വാങ്ങിച്ച് കഴിക്കാൻ കേട്ടോ. സംഭവം ആ ഒരു മസാല ടേസ്റ്റ് അത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഭയങ്കര ഫേമസ് ആണ്. ആൾക്കാർ ഇടിച്ചു കുത്തി തിരക്കുള്ളൊരു സ്പോട്ടും കൂടാണത്. അപ്പം ഇങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ ഒന്ന് മെനക്കെട്ട് ഇതെല്ലാം കൂടെ കഴിച്ചു. സംഭവം കൊള്ളത്തിൽ നില കൊള്ളാം. പക്ഷെ ഇവരാ ഉണ്ടാക്കുന്ന സ്റ്റൈലൊക്കെ കണ്ടില്ലേ, അതൊക്കെയാണ് ഇതിൻ്റെ ഒരു രീതി. ഹെവിയും കൂടാണ് കേട്ടോ. നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നമുക്കൊരു ജ്യൂസൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഈ ഒരു കുഞ്ഞ് ജ്യൂസ് സ്റ്റോളിൽ വന്നു. അപ്പം സംഭവം എല്ലാം കിടിലമാണ്. പക്ഷെ കുറച്ചും കൂടെ ഒന്ന് ഹൈജീൻ ആയി കഴിഞ്ഞാൽ ചിലപ്പം കിടിലമായിരിക്കും. നമ്മളിപ്പം കൊറിയ, ജപ്പാനിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഫുഡ് മേക്കിംഗ് സ്റ്റൈലും ഹൈജീനൊക്കെ കിടിലാണ്. ഇവിടെ ഈ റോ ഒരു ഗ്ലൗസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇടാതെ തന്നെ, പിന്നെ അവിടുത്തെ ഒരു പൊതുവേ ഉള്ള ഒരു ആംബിയൻസ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് ചില സമയത്ത് ചില സാധനങ്ങൾ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതേ ഉള്ളൂ. അല്ലാതെ നോക്കുവാണെങ്കിൽ ഡൽഹി ഒരു രക്ഷയില്ല. സ്ട്രീറ്റ് ഫുഡിൻ്റെ ഒരു കേന്ദ്രം തന്നെ. മലായി, ഇത് ഒരു ഡെസേർട്ട് ഐറ്റമാണ്. ഇതൊക്കെ ഇങ്ങനെ ഓപ്പണായിട്ട് വെച്ചേക്കുന്നത്. സംഭവം നമ്മൾ വാങ്ങിച്ച് കഴിച്ചു. എന്തും വരട്ടെ എന്ന് പറഞ്ഞാൽ വാങ്ങിച്ചത്. ഇതൊക്കെ കണ്ടത് ജ്യൂസൊക്കെ ഷേക്കൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ഇട്ടേക്കാണ്. എല്ലാം ഓപ്പണാണ്. അതെന്ത് വീണമെന്ന് അറിയത്തില്ല. പക്ഷെ ആൾക്കാർക്ക് വാങ്ങിക്കാനും കഴിക്കാനും അത്രയും ആൾക്കാരാണ്. എൻ്റെ ഒരൊറ്റ അഭിപ്രായമേ ഉള്ളൂ, ഒന്ന് ഹൈജീനിക്കായിട്ട് സെറ്റപ്പ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ കിടിലമായിരുന്നു. ഇതൊക്കെ അവിടുത്തെ ഫേമസ് കടകളാണ്. അത്രയും തിരക്കുണ്ട് ഇവിടെ. ആ സ്ട്രീറ്റിൽ എന്ത് തിരക്കുണ്ടോ അത്രയും തിരക്ക് തന്നെ ഈ കടകളിലും ഉണ്ടെന്നുള്ളതാണ് വാസ്തവം. അപ്പം ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ പറ്റിയത് അടിപൊളിയായിട്ട് തോന്നുന്നു. അപ്പം ഗുഡ് ബൈ.